പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ വാസതാം പുരതോ മമ. ശ്രീഗുരുവായൂരപ്പാ ശരണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അഥാ ഷഡ്വിംശതിതമോऽധ്യായ. ശ്രീഭഗവാനുവാച മല്ലക്ഷണമിമം കായം ലബ്ധ്വാ മദ്ധർമാസ്ഥിത ആനന്ദം പരമാത്മാനമാത്മസ്ഥം സമുപൈതി മാം. ഗുണമയ്യാ ജീവയോന്യാ വിമുക്തോ ജ്ഞാനനിഷ്ഠയാ ഗുണേഷു മായാമാത്രേഷു ദൃശ്യമാനേഷു വസ്തുതാ വർത്തമാനോപി ന പുമാൻ യുജ്യതേ വസ്തുഭിർഗുണൈഃ. സംഗം ന കുര്യാദ സദാം ശിശ്നോദരതൃപാം ക്വചിത് തസ്യാനുഗസ്തമസ്യന്തേ വദത്യന്താനുഗാന്തവദ്. ഐളസമ്രാടിമാം ഗാഥാ അഗാധയത ബൃഹച്ഛവാ ഉർവശീ വിരഹാമുഹ്യൻ നിർവിണ്ണശോകസംയമേ. ത്യക്ത്വാത്മാനം വ്രജന്തീം താം നഗ്ന ഉന്മത്തവൻ നൃഭാ വിലപന്നനുഗാജ്ജായേ ഘോരേ തിഷ്ഠേതി വിക്ലവാം. കാമാനതൃപ്തോനുജുഷൻ ക്ഷുല്ലകാൻ വർഷയാമിനി ന വേദയാന്തിർനായാന്തിർ ഉർവശ്യാ ആകൃഷ്ടചേതന. ഐള ഉവാച അഹോ മേ മോഹവിസ്താരാ കാമകശ്മലചേതസ ദേവ്യാ ഗൃഹീതകണ്ഠസ്യ നായുഗണ്ഠോ ഇമേ സ്മൃതാ. നാഹം വേദാഭിനിർമുക്ത സൂര്യോ വാഭ്യുദിതോ മുയാ മുഷിതോ വർഷപൂഗാനാം ബദാഹാനി ഗദാന്യുതാ. അഹോ മേ ആത്മസമ്മോഹോ യേനാത്മായോഷിതാം കൃതാ ക്രീഡാൻ മൃഗശ്ചക്രവർത്തി നരദേവ ശിഖാമണി. സപരിച്ഛദമാത്മാനം ഹിത്വാ തൃണമിവേശ്വരം യാന്തിം സ്ത്രിയം ചാന്യുഗമം നഗ്ന ഉന്മത്തവദ്രുതൻ. കുതസ്തസ്യാനുഭാവസ്യ തേജ ഈശ്വത്വമേവ വാ യോന്യുഗച്ഛം സ്ത്രിയം യാന്തിം ഗരവത്പാദതാഡിതാ. കിം വിദ്യയാ കിം തപസാ കിം ത്യാഗേന ശ്രുതേന വാ കിം വിവിക്തേന മൗനേന സ്ത്രീഭിർയസ്യ മനോഹൃതം. സ്വാർത്ഥസ്യാ കോവിദം ദിഗ്മാം മൂർഖം പണ്ഡിതമാനിനം യോഹമീശ്വരതാം പ്രാപ്യ സ്ത്രീഭിർഗോഘരവജ്ജിതാം. സേവതോ വർഷപൂഗാന്മേ ഉർവശ്യാദരാസവം ന തൃപ്യത്യാത്മഭുക്കാമോ വന്നിരാഹൂതിഭിർയഥാ. പുംശ്ചല്യാപഹൃതം ചിത്തം കോന്യോന്യോ മോചിതും പ്രഭോ ആത്മാരാമേശ്വരമൃതേ ഭഗവന്തമദോഷജം. ബോധിതസ്യാപി ദേവ്യാ മേ സൂക്തവാക്യേന ദുർമതേ മനോഗതോ മഹാമോഹോ നാഭയാത്യജിതാത്മനാ. കിമേതയാനോപകൃതം രജ്ജ്വാ വാ സർപ്പചേതസാ രജ്ജുസ്വരൂപാ വിദുഷോ യോഹം യദജിതേന്ദ്രിയാ. ക്വായം മലിമസക്കായോ ദൗർഗന്ധ്യാദ്യാത്മഗോ ശുചി ക്വ ഗുണാ സൗമനസ്യാദ്ധ്യാ ഹ്യദ്യാസോ അവിദ്യയാ കൃതാ. പിത്രോ കിം സ്വം नु ഭാര്യായാം സ്വാമിനോഗ്നേശ്വഗൃന്ധയോ കിമാത്മനഃ കിം സുഹൃദാമിതി യോ നാവസീയതേ. തസ്മിൻ കളേബരേ മേധ്യേ തുച്ഛനിഷ്ഠേ വിഷജ്ജതേ അഹോ സുഭദ്രം സുനസം സുസ്മിതം ച മുഖം സ്ത്രിയാ. ത്വം മാം സരുതിരസ്നായുമേധോ മജ്ജാസ്തി സംഹതോ വിൺമൂത്രഭൂയേ രമതാം കൃമീണാം ക്രിയതന്തരം. അഥാവിനോപസഞ്ജേത സ്ത്രീഷു സ്ത്രൈണേഷു പാർത്ഥവിദ്. വിഷയേന്ദ്രിയസംയോഗ ആത്മനഃ ക്ഷുഭ്യതി നാന്യഥാ. അദൃഷ്ടാദശ്രുതാദ് ഭാവാന്ന ഭാവ ഉപജായതേ. അസംപ്രയുഞ്ജത പ്രാണാൻ ശ്യാമ്യതി സ്ഥിമിതം മനാ. തസ്മാത് സംഗോ ന കർത്തവ്യാ സ്ത്രീഷു സ്ത്രൈണേഷു ചേന്ദ്രിയേ വിദുഷാം ചാപ്യവിശ്രബ്ധാ ഷഡ്വർഗ കിമു മാദൃശാം. ശ്രീഭഗവാനുവാച ഏവം പ്രഗായൻ നൃപദേവദേവ സ ഉർവശീലോകമധോ വിഹായ ആത്മാനമാത്മന്യവഗമ്യ മാം വൈ ഉപാരമജ്ഞാനവിദൂതമോഹ.
തതോ ദുസ്സംഗമുത്സൃജ്യ സൽസു സഞ്ചേത ബുദ്ധിമാൻ സന്തയേതസ്യ ചിന്തന്തെ മനോവ്യാസംഗമുക്തിവേ സന്തോനപേക്ഷാമച്ചിത്ത പ്രശാന്ത സമദർശിന നിർമ്മമാ നിരഹങ്കാര നിർദ്വന്ദ്വാ നിഷ്പരിഗ്രഹ തേഷു നിത്യം മഹാഭാഗേഷു മദ്ഗതാ സംഭവന്തി ഹി താന്യൂനാം ജുഷതാം പ്രപുനന്ധ്യഖം തായേ ശൃണ്വന്തി ഗായന്തി ഹ്യനുമോദന്തി ചാതൃതാ മത്പരാ ശ്രദ്ധദാനാശ്ച ഭക്തിം വിന്ദന്തി തേ മയി ഭക്തിം ലബ്ധവദസാദോ കിമന്യദവശിഷ്യതേ മയ്യനന്ദഗുണേ ബ്രഹ്മണ്യാനന്ദാനുഭവാത്മനി യഥോപശ്രയമാണസ്യ ഭഗവന്തം വിഭാവസും ശീതം ഭയം തമോപ്യേതി സാധൂൻ സംസേവതസ്തഥാ നിമജ്ജോന്മഞ്ജദാഘോരേ ഭവാബ്ധൗ പരമായനം സന്തോ ബ്രഹ്മവിദശാന്ത നൗദൃഢേവാപ്സുമജ്ജതാം അന്നം ഹി പ്രാണിനാം പ്രാണ ആർത്താനാം ശരണം തുഹം ധർമ്മോ വിത്തം നൃണാം പ്രേത്യ സന്തോർവാഗ്വിഭ്യതോരണം സന്തോ ദിശന്തി ചക്ഷുംഷി ബഹിരരാർക്കസമുദ്ധിത ദേവതാ ബാന്ധവാ സന്ത ആത്മാഹമേവ ച വൈദസേനസ്തതോപ്യേവം ഉർവശ്യാലോകനിസ്പൃഹ മുക്തസംഗോ മഹീമേധ ആത്മാ രാമശ്ചാരഃ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഏകാദശസ്കന്ധേ ഷഡ്വിംശതിതമോऽധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഏകാദശസ്കന്ധം 26-ാം അധ്യായം. ഭഗവാൻ ഉദ്ധവർക്ക് നൽകുന്ന ഉപദേശങ്ങൾ തുടരുകയാണ് ഈ അധ്യായത്തിൽ. ഈശ്വരോപാസനയ്ക്ക് അനുയോജ്യമായ ഈ മനുഷ്യ ശരീരം ലഭിച്ച ഏതൊരാളും എന്താണ് ചെയ്യേണ്ടത്? മനുഷ്യ ശരീരം പരമാത്മലക്ഷണമാണ്. അതുകൊണ്ട് എന്നെ പൂജിക്കുക, ധ്യാനിക്കുക എന്നിവയിലൂടെ ഭക്തിയോഗത്താൽ ഉള്ളിൽ തന്നെ പരമാത്മസ്വരൂപനായിരിക്കുന്ന എന്നെ പൂർണ്ണമായി പ്രാപിക്കാൻ സാധിക്കും എന്ന് പറയുകയാണ് ഭഗവാൻ. ഭക്തിയോഗത്താൽ ജീവോപാധിയിൽ നിന്ന് വിട്ടിരിക്കുന്ന പുരുഷൻ ഗുണകാര്യങ്ങളായ ദേഹാദികളിൽ വ്യവഹരിക്കുന്നു. എന്നാൽ ത്രികാലത്തിലും ഇല്ലാത്തതായ ആ ഗുണകാര്യങ്ങളിൽ ചേർച്ചയുള്ളവനായിരിക്കില്ല പുരുഷൻ. സത്യജ്ഞാനിയായാൽ പോലും അസത്തുക്കളോട് സംഘമുണ്ടായാൽ അത് അപകടത്തിലേക്ക് നയിക്കും. ഇന്ദ്രിയപ്രീതിക്ക് വേണ്ടി മാത്രം പരിശ്രമിക്കുന്ന അജ്ഞാനിയോട് ചേർന്ന ജ്ഞാനിയെയും ആ വാസന കീഴ്പ്പെടുത്താൻ മാത്രം ശക്തമാണ്. അന്ധനായ ഒരുവൻ്റെ കയ്യിൽ പിടിച്ച് നടക്കുന്ന മറ്റൊരന്ധനും ഒരുമിച്ച് കുഴിയിൽ പതിക്കാനിട വരുന്നു. വിഷയികളോടുള്ള ചേർച്ച കൂടാതെ കഴിക്കണമെന്നതിന് ഉദാഹരണമായി പുരൂരവസിൻ്റെ കഥ പറയുന്നു. കീർത്തിമാനും ചക്രവർത്തിയുമായ പുരൂരവസ് ഉർവശി പിരിഞ്ഞു പോയപ്പോഴുണ്ടായ ദുഃഖം സഹിക്കവയ്യാതെ ഹേ പ്രിയേ, ഘോരേ, നിൽക്കൂ നിൽക്കൂ എന്നിങ്ങനെ കരഞ്ഞു പറഞ്ഞ് ഒരു ഭ്രാന്തനെ പോലെ നഗ്നനായി അവളുടെ പിന്നാലെ ഓടി. താനൊരു ചക്രവർത്തിയാണെന്നു പോലും ചിന്ത വന്നില്ല. അനുഭവിക്കുന്തോറും ഇനിയും കൂടുതൽ കൂടുതൽ അനുഭവിക്കണം എന്ന ചിന്തയല്ലാതെ ഒട്ടും തന്നെ തൃപ്തിയുണ്ടായില്ല. ഉർവശിയിൽ അത്യാസക്തി വർദ്ധിച്ച് രാജാവിൻ്റെ വിചാരശക്തി ക്ഷയിച്ചു. വിഷയാഗ്രഹം വർദ്ധിച്ചവരുടെ വിചാരശക്തി ക്ഷയിക്കുമെന്ന വിവേകം രാജാവിന് ഉണ്ടായതുമില്ല. പിന്നീട് കാലങ്ങൾക്കു ശേഷം വിവേകമുണ്ടായപ്പോൾ വിരക്തി വന്ന് പുരൂരവസ് ഇങ്ങനെ ചിന്തിച്ചു: അഹോ കഷ്ടം! മന്മഥനാകുന്ന ദുഷ്ടൻ്റെ അധീനത്തിൽ എൻ്റെ മനസ്സ് പെട്ടുപോയല്ലോ. നിസ്സാര സുഖത്തിൽ ആകൃഷ്ടനായ എൻ്റെ ബുദ്ധി
ന്യായാന്യായങ്ങൾ വേർതിരിച്ചറിയാനുള്ള ശക്തി നശിച്ചതായി ഭവിച്ചു. ഉർവശിയുടെ സാമീപ്യത്താൽ മോഹിച്ചുപോയ ഞാൻ ദിനരാത്രങ്ങൾ കടന്നുപോയതൊന്നും അറിഞ്ഞതേയില്ല. അഹോ മേ ആത്മസമ്മോഹോ യേനാത്മായോഷിതാം കൃത ക്രീഡാമൃഗശ്ചക്രവർത്തി നരദേവശിഖാമണി. രാജശ്രേഷ്ഠനും ചക്രവർത്തിയുമായ ഞാൻ ഒരു സ്ത്രീയുടെ കയ്യിലെ കളിമാനിനെ പോലെ അവർക്കധീനനായിപ്പോയില്ലേ? എൻ്റെ ആത്മജ്ഞാനമില്ലായ്മയെപ്പറ്റി എന്തു പറയാൻ? ചക്രവർത്തിയായ ഞാൻ ആ സ്ത്രീയുടെ പിന്നാലെ നഗ്നനായി കരഞ്ഞുകൊണ്ട് ഭ്രാന്തനെ പോലെ ഓടിയല്ലോ. എൻ്റെ ആ സ്ഥിതി എത്ര ദയനീയമാണ്. കിം വിദ്യാ കിം തപസ കിം ത്യാഗേന ശ്രുതേന വാ കിം വിവിക്തേന മൗനേന സ്ത്രീഭിർയസ്യ മനോഹൃതം. മനസ്സ് സ്ത്രീകൾക്ക് അധീനമായിരിക്കുന്നവന് വേറെ എന്തു ഗുണമുണ്ടായാലും ഒരു കാര്യവുമില്ല. അറിവ്, മൗനം, തപസ്, ഉപാസന എന്നീ ഗുണങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും അവയിൽ നിന്നുണ്ടാകേണ്ട വിവേകം ഇല്ലാതിരുന്നാൽ മറ്റു ഗുണങ്ങൾ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. മൂഢനും പണ്ഡിതമാനിയുമായ എനിക്ക് രാജാവെന്ന സ്ഥാനത്തിന് അർഹതയുമില്ല. സ്ത്രീകൾക്കു കീഴടങ്ങിയവനല്ലേ ഞാൻ. വളരെക്കാലമായി ഉർവശിയുടെ അധരാമൃതം ആസ്വദിച്ചിട്ടും തൃപ്തി വന്നില്ല. അഗ്നിയിൽ നെയ്യൊഴിക്കും തോറും യാഗാഗ്നി ഉജ്ജ്വലിച്ച് വർദ്ധിക്കും പോലെ ഉർവശിയിലുള്ള മോഹവും അധികമായി തീരുന്നു. ഇങ്ങനെയെല്ലാം ചിന്തിച്ച് വിവേകമുദിച്ച രാജാവിന് ഇനി എന്താണ് വേണ്ടതെന്ന അറിവുണ്ടായി. ഭഗവാനെ ആശ്രയിച്ച് സങ്കടമോചനം തേടണം. അതുകൊണ്ട് ഭഗവാനെ ഭജിച്ച് സ്ത്രീ വിഷയത്തിൽ ആസക്തമായ മനസ്സിനെ ഭഗവത് സ്മരണയിലേക്ക് തിരിക്കുക. ഇങ്ങനെയൊക്കെ പെരുമാറിയതിൽ ഉർവശിയെ കുറ്റപ്പെടുത്തേണ്ട കാര്യവുമില്ല. ഇത് രാജാവിനറിയാം. ഉർവശി പലതരത്തിൽ പരമാർത്ഥം ബോധ്യപ്പെടുത്തി എന്നെ ഉണർത്താൻ ശ്രമിച്ചിട്ടും ഉണരാത്തത് എൻ്റെ തന്നെ തെറ്റാണ്. വഴിയിൽ കിടക്കുന്ന കയറ് കണ്ട് അയ്യോ പാമ്പ് എന്ന് പറഞ്ഞ് കരഞ്ഞോടി വീണ് അപകടം വരുത്തി വെച്ചാൽ അതിൽ കയറിനെന്തു കുറ്റം? സ്വന്തം അപരാധത്തിന് അന്യരിൽ കുറ്റം ആരോപിക്കുന്നത് അവിവേകികളുടെ ലക്ഷണമാണെന്ന് ഇവിടെ സൂചിപ്പിച്ചു. സ്ത്രീയുടെയോ പുരുഷൻ്റെയോ ശരീരത്തിൽ എന്താണ് പ്രത്യേകത, ആകർഷണീയത? എല്ലാം മലമൂത്ര മാംസാസ്ഥി പാത്രം തന്നെ. ഈ ദേഹത്തിൽ അഭിമാനമെന്തിന്? എന്തുടമസ്ഥതയാണിതിനുള്ളത്? മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിച്ചതാകയാൽ അവരുടെ എന്ന് പറയാം. വിവാഹശേഷം ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ എന്നാവും. മരിച്ചാലോ അതിൻ്റെ ഉടമസ്ഥൻ അഗ്നിയാവും. മണ്ണിൽ കുഴിച്ചിട്ടാൽ കൃമികീടങ്ങളുടേതാകും. ഉപേക്ഷിക്കപ്പെട്ട് പറമ്പിലോ വെള്ളത്തിലോ മറ്റോ കിടന്നാൽ നായ്ക്കൾ, കഴുകൻ, മറ്റ് ജലജീവികൾ മുതലായവ സ്വന്തമാക്കും. ഇങ്ങനെയുള്ള ഈ ശരീരത്തിൽ ഞാനെന്നുള്ള അഭിമാനം അവിവേകഫലം തന്നെ. ദുഷിച്ച പദാർത്ഥ സംബന്ധമുള്ള ഈ തുച്ഛ ശരീരം സുന്ദരമെന്നു കരുതി ഭ്രമിച്ച് ആസക്തരായിത്തീരുന്നു അവിവേകികൾ. സപ്തധാതുക്കളാൽ നിർമ്മിതവും അശുദ്ധ പദാർത്ഥങ്ങളുടെ സ്ഥാനവുമായ ദേഹത്തിൽ രമിച്ചാനന്ദിക്കുന്ന പുരുഷന്മാർക്കും കൃമികൾക്കും തമ്മിൽ ഒരു ഭേദവുമില്ല. അതുകൊണ്ട് അറിവുള്ളവർ, വിവേകികൾ എങ്ങനെ പെരുമാറണമെന്ന് ഉപദേശിക്കുന്നു രാജാവ്. വിഷയങ്ങളോട് ഇന്ദ്രിയങ്ങൾ ചേരുമ്പോൾ മനസ്സ് ആ വിഷയസുഖാനുഭവത്തിന് മോഹിക്കുന്നു. ഇന്ദ്രിയങ്ങൾക്ക് വിഷയസംബന്ധമില്ലെങ്കിൽ മനസ്സിന് ചാഞ്ചല്യമുണ്ടാവില്ല. ഉറക്കത്തിൽ ഇന്ദ്രിയങ്ങൾക്ക് ഒരു വിശേഷമായിട്ട് സംഗമവുമില്ല, മനസ്സിനും ഇളക്കമില്ല. അതിനാൽ വിഷയസംഗത്തെ വർജിക്കേണ്ടതാണ്. സ്ത്രീകളോടും സ്ത്രീകളിൽ ആസക്തരായവരോടും അങ്ങനെയുള്ള സംഭാഷണം നടത്തുന്നവരോടും അകലം പാലിച്ചാൽ മനക്ഷോഭത്തിൽ നിന്ന് രക്ഷപ്പെടാം. സ്ത്രീകളിലും സ്ത്രീവശകരിലും ചേർച്ച കൂടാതെ വർത്തിച്ച്
ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും കണ്ണടച്ച് വിശ്വസിക്കാതെ വിവേകത്തോടെ അടക്കത്തോടെ പെരുമാറിയാൽ അബദ്ധത്തിൽപ്പെടാതെ കഴിക്കാം. വിവേകവർദ്ധകമായ ഈ പാട്ടിലൂടെ അന്ധക്കരണശുദ്ധി വന്ന പുരൂരവസിന് ഭഗവത് പാദഭക്തിയുണ്ടായി. ഉർവശിയിലുള്ള ആഗ്രഹം നശിച്ച അദ്ദേഹം ഏകാന്തത്തിൽ മനസ്സിനെ അടക്കി ധ്യാനിച്ചു. ജീവാത്മാവിൽ തന്നെ സ്വതന്ത്രനായിരിക്കുന്ന പരമാത്മാവായ എന്നെ അറിഞ്ഞ് തെറ്റായ ധാരണകൾ വെടിഞ്ഞ് ഉപരതിയെ പ്രാപിച്ചു എന്ന് ഭഗവാൻ ഉദ്ധവരോട് പറഞ്ഞു. തതോ ദുസ്സംഗമുത്സൃജ്യ സത്സു സജ്ജേത ബുദ്ധിമാൻ സന്ത ഏതസ്യ ചിന്തന്തി മനോവ്യാസംഗമുക്തിഭി. ബുദ്ധിമാന്മാർ എന്തു ചെയ്യണം എന്നാണ് ഇവിടെ ഭഗവാന്റെ ഉപദേശം. വിഷയാസക്തി നശിപ്പിക്കണം. അതിനുള്ള ഒന്നാമത്തെ ഉപായം ദുർജനങ്ങളെ വിട്ട് സജ്ജനങ്ങളെ ആശ്രയിക്കലാണ്. സ്ത്രീ വിഷയങ്ങളെപ്പറ്റി സംസാരിക്കുന്ന ലൗകികരെ ഉപേക്ഷിച്ച് ഇന്ദ്രിയാതീതമായ പരമാത്മവസ്തുവിനെ അറിഞ്ഞ് ആനന്ദിക്കുന്ന സജ്ജനങ്ങളെ സേവിക്കണം. ആ സജ്ജനങ്ങൾ മനോമാലിന്യങ്ങളെ നശിപ്പിച്ച് പരമസന്തോഷത്തെ ജനിപ്പിക്കുന്ന വാഗമൃതങ്ങൾ കൊണ്ട് തുച്ഛവിഷയങ്ങളിലുള്ള താൽപ്പര്യത്തെ നിശ്ശേഷം ഇല്ലാതാക്കും. സജ്ജനങ്ങൾ ആരെന്നറിയാൻ അവരുടെ ലക്ഷണം എന്തെല്ലാമെന്ന് പറയുന്നു. ലൗകിക സുഖഭോഗ വസ്തുക്കളെക്കുറിച്ചൊന്നും ആലോചിക്കാതെ എപ്പോഴും എന്നിൽ തന്നെ മനസ്സുറപ്പിച്ച് കാമക്രോധാദികൾ കൂടാതെ ശാന്തരായി വർത്തിക്കുന്നു സജ്ജനങ്ങൾ. ഞാൻ എൻ്റെ എന്ന വിചാരം അവർക്കുണ്ടാവില്ല. സുഖം, ദുഃഖം, മാനം, അപമാനം, സ്തുതി, നിന്ദ ഇങ്ങനെയുള്ള ദ്വന്ദ്വഭാവനയും അവർക്കില്ല. ഇങ്ങനെ ഇരിക്കുന്നവർ ആരുണ്ടോ അവർ തന്നെ സജ്ജനങ്ങൾ. അവർ എപ്പോഴും എൻ്റെ അവതാരലീലകൾ കീർത്തിച്ചുകൊണ്ടിരിക്കും. ആ കഥകൾ അന്ധക്കരണശുദ്ധിക്കുതകുന്നതാകയാൽ അവരുടെ അടുത്ത് പോവുകയേ വേണ്ടൂ. സകല ദുഃഖങ്ങളും അതോടെ നശിക്കും. യേ ശൃണ്വന്തി ഗായന്തി ഹ്യനുമോദന്തി ചാദ്രതാ മത്പരാ ശ്രദ്ധധാനാശ്ച ഭക്തിം വിന്ദന്തി തേ മയി. ഭഗവാൻ മാത്രമേ ശരണമുള്ളൂ, വേറെ ഒരു ഗതിയുമില്ല എന്ന വിചാരം, വിശ്വാസം, ബഹുമാനം ഇതെല്ലാമുള്ളവർക്ക് എന്നിൽ പരമപ്രേമമുണ്ടായി വരും. സകല ചരാചരങ്ങളുടെയും സൃഷ്ടിസ്ഥിതി സംഹാരകനായ പരബ്രഹ്മമായ എന്നിൽ പരമപ്രേമം ഉറച്ചാൽ പിന്നെ ഒന്നും സിദ്ധിക്കാനായിട്ടില്ല. ആ ഭക്തൻ ആഗ്രഹിക്കുന്നതെല്ലാം അവന് സ്വാധീനത്തിലാവും. അഗ്നിയെ ആശ്രയിച്ചാൽ ഇരുട്ടും തണുപ്പും അകലും. അതുപോലെ സജ്ജനങ്ങളെ ആശ്രയിച്ചാൽ അജ്ഞാനകൃതമായ ദുഃഖങ്ങളും അകലും. സംസാര സമുദ്രത്തിൽ മുങ്ങിപ്പൊങ്ങി കഷ്ടപ്പെടുന്നവരുടെ ദുഃഖങ്ങൾ നീക്കി കരകയറ്റിവിടാനുള്ള ബന്ധുക്കൾ സജ്ജനങ്ങളല്ലാതെ മറ്റാരുമല്ല. സമുദ്രത്തിൽ ഒരു കപ്പൽ എങ്ങനെ രക്ഷയാകുമോ അതുപോലെ തന്നെയാണ് സംസാര സമുദ്രത്തിൽ സജ്ജനങ്ങളുടെ റോളും. സജ്ജന സംഘത്തിൻ്റെ പ്രാധാന്യം എത്ര പറഞ്ഞിട്ടും മതിവരാതെ വീണ്ടും വീണ്ടും ഭഗവാൻ പല വിധത്തിൽ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആദിത്യൻ അന്ധകാരത്തെ അകറ്റി പദാർത്ഥങ്ങളെ ദൃഷ്ടിഗോചരമാക്കുന്നു. ബുദ്ധിയിൽ അവിദ്യ വ്യാപിച്ചിരിക്കുന്നതിനാൽ ആത്മസ്വരൂപം അറിയാൻ സാധ്യമല്ല. ബുദ്ധിയിലെ അവിദ്യ നശിപ്പിച്ച് സ്വസ്വരൂപം മനസ്സിലാക്കാനുള്ള ബോധം സജ്ജനങ്ങൾ അവരെ ആശ്രയിക്കുന്നവർക്ക് നൽകുന്നു. അതിനാൽ പൂജനീയരായ ദേവന്മാരും സൽക്കരിക്കത്തക്ക ബന്ധുക്കളും ആത്മാവിനെ പോലെ സ്നേഹിക്കാൻ തക്ക യോഗ്യന്മാരും സജ്ജനങ്ങൾ തന്നെ. പറഞ്ഞതിൻ്റെ സാരമായി ഒരു വസ്തുത കൂടി വെളിപ്പെടുത്തുകയാണ് ഭഗവാൻ. എപ്പോഴും ഭജിക്കേണ്ട ആത്മസ്വരൂപനായ ഞാനും സത്തുക്കളും ഒന്ന് തന്നെ, തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്നറിയൂ ഉദ്ധവ എന്ന് പറഞ്ഞു ഭഗവാൻ. പുരൂരവസിന് ഐളൻ വൈദസേനൻ എന്ന പേരുകൂടി ഉണ്ട് എന്നാണ് പറയുന്നത്.
വൈവസ്വതമനുപുത്രനായ സ്യുദ്യുമ്നൻ ഒരു ദിവസം നായാട്ടിന് കാട്ടിൽ പോയ അവസരത്തിൽ ഇളാവൃതം എന്ന സ്ഥലത്ത് പ്രവേശിച്ചു. അവിടെ എത്തിയ സ്യുദ്യുമ്നൻ സ്ത്രീയായിപ്പോയി. പാർവതീ പരമേശ്വരന്മാർ സ്വൈരവിഹാരം നടത്തുന്ന ഈ വനത്തിൽ പ്രവേശിക്കുന്ന പുരുഷൻ സ്ത്രീയായിത്തീരും എന്ന മഹാദേവന്റെ സങ്കല്പമനുസരിച്ച് സുദ്യുമ്നൻ സ്ത്രീയായി, ഇളയായി തീർന്നു. ചന്ദ്രപുത്രൻ ബുധൻ ഇളയെ വരിച്ചതിലുണ്ടായ പുത്രനാണ് പുരൂരവസ്. അതുകൊണ്ട് ഐളൻ എന്ന് വിളിക്കപ്പെടുന്നു. സ്ത്രീയായി തീർന്ന സുദ്യുമ്നൻ്റെ സൈന്യങ്ങൾ കുറേ പേർ സ്ത്രീകളായി സുദ്യുമ്നൻ്റെ കൂട്ടുകാരായിട്ട് കൂടി. കുറേ പേര് ഇളാവ്രതത്തിൽ പ്രവേശിക്കാതെ പോയി. അതിനാൽ വീതസേനൻ എന്ന പേര് വന്നു. വീതസേന പുത്രനായതിനാൽ വൈതസേനൻ എന്നും പുരൂരവസ് അറിയപ്പെടുന്നുണ്ട്. ചിന്താശക്തി കൈവന്ന പുരൂരവസ് ഉർവശീമോഹം ഉപേക്ഷിച്ച് അനാസക്തനായി സർവസംഗപരിത്യാഗിയായി ആത്മാരാമനായി സഞ്ചരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായം ഉപസംഹരിച്ചിരിക്കുന്നു. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കി ഭഗവത് പാദങ്ങളിൽ മാത്രം ശ്രദ്ധ വച്ച് ഭക്തിയെ ആശ്രയിക്കാൻ നമുക്കേവർക്കും കഴിയട്ടെ. അതിന് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. ഈ വാക്കുകൾ ഗുരുപരമ്പരയുടെയും ഭഗവാന്റെയും പാദകമലങ്ങളിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.